എൻ്റെ കൂടെ ഒരിടം കൂടെ ഉണ്ട് കേട്ടോ. ഉറക്കമാണ്. ഞാൻ ഒരുപാട് തവണ പല സ്ഥലത്തിരുന്ന് വീഡിയോസ് ചെയ്യാൻ നോക്കി. അപ്പം എൻ്റെ ഹൈ നല്ല ഉറക്കമായിരുന്നു. അപ്പം ഞാൻ ചെയ്ത വീഡിയോ ഒന്നും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അപ്പം ഞാൻ എന്നാൽ ലാസ്റ്റായിട്ടൊന്നും എടുത്തേക്കാന്ന് എഴുതിയപ്പോഴത്തേനും ഹയർ എണീറ്റിട്ട് ഉമ്മീനെ വിളിച്ച് എൻ്റെ അടുത്തേക്ക് വന്നു. അപ്പം ഇനിയിപ്പം എൻ്റെ മടിയിലിരുന്ന് ഉറങ്ങി. എന്തായാലും ഞാനൊരു കാര്യം വിചാരിച്ചാൽ അതെനിക്ക് ചെയ്തില്ലെങ്കിൽ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടില്ല. അപ്പം ഞാൻ ഇന്ന് വീഡിയോ എടുക്കണം വിചാരിച്ചു. എനിക്കതെടുത്തേ പറ്റത്തുള്ളൂ. അപ്പോൾ ഹയർ ഏതായാലും എൻ്റെ മടിയിലിരുന്ന് ഉറങ്ങിക്കോളും. അപ്പോൾ എല്ലാവർക്കും സുഖമെന്ന് വിചാരിക്കുന്നു. എൻ്റെ വീഡിയോസിന് ഒരു ചെറിയ ഗ്യാപ്പ് വരുന്നുണ്ട്. അപ്പോൾ അത് എൻ്റെ സമയത്ത് ഇല്ലാത്തതുകൊണ്ടും ഫോണിൽ ബാലൻസ് ഇല്ലാത്തതുകൊണ്ടൊക്കെയാണ്. ഞാനൊരു വർക്കിംഗ് വുമൺ അല്ലാത്തതുകൊണ്ട് തന്നെ എനിക്ക് ഏതെങ്കിലും നല്ല മനസ്സ് വേണമെങ്കിൽ ഫോൺ റീചാർജ് ചെയ്ത് തരാനായിട്ട്. അപ്പം ഫോൺ വാങ്ങിച്ചിട്ട് എനിക്ക് കിട്ടിയിട്ട് എപ്പം ഞാൻ യൂസ് ചെയ്താലും എൻ്റെ ഫോൺ റീചാർജ് ചെയ്യുന്നത് ഏതെങ്കിലും നല്ല മനസ്സുകളായിരിക്കും. അപ്പം ഇപ്പം എനിക്ക് റെഗുലറായിട്ട് റീചാർജ് ചെയ്യുന്ന എൻ്റെ നല്ല മനസ്സിന് കാലിൽ ചെറിയൊരു മുള്ളുകൊണ്ടാണ്. അതിപ്പോൾ പഴുത്ത് ആകെ ശോകമായി ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ്. അപ്പം അതിനി കുറച്ച് ദിവസം എടുക്കും. ഷുഗർ കൂടുതലാണ്. അപ്പം അത് കുറയ്ക്കണം, പിന്നെ ആൻറ്റിബയോട്ടിക് എടുക്കണം എന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. ഇപ്പം എനിക്ക് വേറൊരു നല്ല മനസ്സാണ് റീചാർജ് തന്നത്. അപ്പം ഞാൻ വിചാരിച്ചു കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാം. ഇന്ന് പറയുന്നതെന്ന് വെച്ചാൽ എൻ്റെ വിശേഷങ്ങൾ കാര്യങ്ങളൊന്നുമല്ല, കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന ഫുഡിനെ പറ്റി പറയാനാണ്. അപ്പം കുട്ടികൾക്ക് ഫുഡ് കൊടുക്കുന്നത് ഞാൻ ഒരുപാട് വീഡിയോസിനകത്ത് ഇങ്ങനെ റീൽസിനകത്തൊക്കെ വരുമ്പോൾ അങ്ങനെ അല്ലാണ്ട് ഞാൻ സെർച്ച് ചെയ്ത് ഞാനങ്ങനെ നോക്കാറില്ല. കാരണം ഓരോ കുട്ടികൾക്ക് ഓരോ ഇഷ്ടമാണല്ലോ. ഇപ്പോൾ എൻ്റെ ഹൈയും അവർക്ക് രണ്ടുപേർക്കും ഇഷ്ടമാണ്. ചില റെയറായിട്ട് മാത്രം ഒരേ ആഹാരം കഴിക്കാറുള്ളൂ. അല്ലാത്തപ്പോൾ അവർ രണ്ടുപേരും രണ്ട് ഫുഡേ കഴിക്കത്തുള്ളൂ. നമുക്ക് തുപ്പിക്കളയാതെ ഇപ്പോൾ അവർ ഫുഡിനെയൊക്കെ പരിചയപ്പെട്ട് തുടങ്ങിയ ഒരു സമയമായതുകൊണ്ട് ഇഷ്ടപ്പെടാത്ത സാധനം കിട്ടി അപ്പോൾ തന്നെ തുപ്പിക്കളയും. നേരത്തെയൊക്കെ തുറക്കാതെയൊക്കെ ഇരിക്കുകയായിരുന്നു. ഇപ്പോൾ പിന്നെ വായിലോട്ട് മേടിച്ചിട്ട് നോക്കും, ടേസ്റ്റ് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അത് തുപ്പിക്കളയാണ് പരിപാടി. അപ്പോൾ ഇവർക്ക് ഞാൻ ആദ്യത്തെ 1 മാസം മാത്രമേ പാല് കൊടുത്തുള്ളൂ. പിന്നെ അങ്ങോട്ട് ഫോർമുല മിൽക്ക് മാത്രമാണ് കൊടുക്കുന്നത്. ഒരു 6 മാസം വരെ അത് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. പിന്നെയാണ് കുറുക്കും മറ്റേ ചോറും കട്ടിയാഹാരങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതായത് ആദ്യത്തെ 1 മാസം പാല് കൊടുത്തു. പിന്നെ എനിക്ക് ഒരു ഇഞ്ചക്ഷൻ ഡെയിലി എടുക്കണമായിരുന്നു, റോക്ക്ബോൺ PTH എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതെടുക്കുമ്പം സൈഡ് എഫക്ട്സ് ഒക്കെ ഉണ്ടാകും. അപ്പോൾ കുഞ്ഞുങ്ങൾക്കും കൂടി അത് സൈഡ് എഫക്ട്സ് ഉണ്ടാകാൻ സാധ്യത ഉള്ളതുകൊണ്ട് നമ്മളത് പാല് കൂടി നിർത്തി. അതിന് പകരം ഫോർമുല മിൽക്ക് കൊടുക്കും. അപ്പം ആദ്യം കൊടുത്തുകൊണ്ടിരുന്ന സിംലാക്കായിരുന്നു. പിന്നെ അത് ലാക്ടോജൻ 1 ആക്കി. പിന്നെ 2, ഇപ്പോൾ 3 ആണ് നിലവിൽ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. 6 മാസം ആയപ്പോൾ തന്നെ അവർക്ക് ചോറ് കൊടുത്തായിരുന്നു. പിന്നെ അങ്ങോട്ട് എന്നും കുറച്ച് ചോറ് കൊടുക്കും, പിന്നെ കുറുക്കും, പിന്നെ എന്നത്തെയും പോലെ തന്നെ പാല് ഫോർമുല മിൽക്ക് കൊടുക്കും. അപ്പം എനിക്ക് നല്ല ബുദ്ധിമുട്ടുണ്ട് ഇങ്ങനെ സംസാരിക്കാം, പക്ഷെ എന്നാലും ഞാൻ ട്രൈ ചെയ്യാം. അപ്പം ചോറ് ആദ്യമേയൊക്കെ കുഞ്ഞുങ്ങൾ ഫുഡ് പരിചയപ്പെട്ട് വരുന്ന സമയമുണ്ട് ഒക്കെ അവർക്ക് ആ ടേസ്റ്റിനെ കുറിച്ചൊക്കെ ആയി വരുന്നതേ ഉണ്ടാകുള്ളൂ. അപ്പോൾ അവർ ഏകദേശം എല്ലാമൊക്കെ കഴിക്കുമായിരുന്നു. പക്ഷെ പിന്നെ അവർ അതിനെ ടേസ്റ്റൊക്കെ മനസ്സിലാക്കാൻ തുടങ്ങിയ പിന്നെ എല്ലാം ഒന്നും കഴിക്കത്തില്ല. 2 പേർക്കും 2 ഇഷ്ടമാണ്. അപ്പം ഏത്തയ്ക്ക, മുട്ട പുഴുങ്ങിയത് അങ്ങനെയുള്ളതൊക്കെ. പിന്നെ കുറുക്ക് കൊടുക്കുന്ന റാഗിയാണ് ആദ്യം തൊട്ടേ കൊടുത്തുകൊണ്ടിരുന്നത്. പിന്നെ അത് അമൃതം പൊടിയാക്കി. പിന്നെ കണ്ണങ്കായ എന്ന് പറഞ്ഞൊരു പൊടി, അത് കുഞ്ഞുങ്ങൾക്ക് എത്ര പ്രാവശ്യം ഉണ്ടാക്കി കൊടുത്തിട്ട് അവർക്കത് ആ ടേസ്റ്റ് ഇഷ്ടപ്പെട്ടില്ല. അത് വേണ്ടെന്ന് വെച്ചു. പിന്നെ ഞാൻ ഈ നുറുക്ക് ഗോതമ്പ് അത് വെച്ചിട്ട് കുറുക്കുണ്ടാക്കി, അത് അവർ കഴിച്ചില്ല. അവരാകെ കഴിച്ച റാഗിയും പിന്നെ അമൃതം പൊടിയായിരുന്നു. അമൃതം പൊടി ഒരു 2 ആഴ്ച കൊടുത്തുള്ളൂ. പിന്നെ നമുക്കത് കിട്ടിയില്ലായിരുന്നു. പിന്നെ ഇപ്പം ചോറ്, ഏത്തയ്ക്ക, മുട്ട അങ്ങനെയുള്ള ഐറ്റംസൊക്കെ. ഈ പാല് ഇനിയിപ്പോൾ പതുക്കെ ഫോർമുല മിൽക്ക് നിർത്താം, ആ ഒരു സ്റ്റേജായി. ഇനിയിപ്പോൾ നമുക്ക് പതുക്കെ നമ്മൾ കഴിക്കുന്ന ആഹാരങ്ങളൊക്കെ കൊടുത്തു തുടങ്ങിക്കോളാനാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. അത് നേരത്തെ തൊട്ടേ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇനി അങ്ങോട്ട് കുറച്ചുകൂടി കൂടുതൽ അളവിൽ കൊടുക്കും. നമ്മൾ കൊടുക്കുന്നൊക്കെ ഉണ്ട്, പക്ഷെ അവർക്ക് അതിനോടൊന്നും താല്പര്യമില്ല.
അപ്പം പല റീൽസിനകത്തും ഇതിനകത്തൊക്കെ ഇങ്ങനെ കണ്ടിട്ടുണ്ട് ഞാൻ, ഓരോ കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കുന്നതും അവരുടെ. പക്ഷെ നമ്മുടെ ഇവിടെ അങ്ങനെ നമ്മൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടൊന്നും നടക്കാറില്ല. അവർക്ക് ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളാണല്ലോ. കുഞ്ഞുങ്ങളാണെങ്കിലും വലിയവരെ പോലൊക്കെ തന്നെയാണ് അവർക്കും ഇഷ്ടങ്ങൾ മാറി മാറി വരും. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാം ഇങ്ങനെ ട്രൈ ചെയ്ത് കൊടുത്തുകൊണ്ടേയിരിക്കും. എനിക്ക് എപ്പോഴും ടെൻഷൻ എന്താണെന്ന് വെച്ചാൽ ഈ ഫോർമുല മിൽക്ക് കൊടുക്കുന്നതുകൊണ്ട് ഒക്കെയാണ്. കാരണം അത് എങ്ങനെയാവും എന്താവും എന്നൊന്നും എനിക്കൊരു ടെൻഷൻ എപ്പോഴും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് പതുക്കെ സ്റ്റോപ്പ് ചെയ്തിട്ട് പട്ടിയാഹാരങ്ങളൊക്കെ തന്നെ കൊടുക്കും. പിന്നെ കുറുക്കിനോടൊന്നും ഇപ്പോൾ അങ്ങനെ വലിയ താല്പര്യമില്ല. നമ്മൾ കൊടുക്കും, ഒരു 2-3 സ്പൂണേ കുടിക്കാറുള്ളൂ. അങ്ങനെയൊക്കെയാണ് അവരുടെ ഒരു കാര്യങ്ങളൊക്കെ. അപ്പോൾ നല്ല ഉറക്കമാണ്. ഹായ്ക്കുട്ടി ബെഡിൽ തന്നെയാണ് കിടന്നുറങ്ങുന്നത്.